വടകരയിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയ അധ്യാപിക അറസ്റ്റിൽ. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയാണ് പിടിയിലായത്. ലക്ഷക്കണക്കിന് രൂപ കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയെന്ന് പോലീസ് കണ്ടെത്തി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു അധ്യാപിക അറസ്റ്റിലാകുന്നത്. കൂരാച്ചുണ്ട് സ്വദേശിനി കാവ്യ, ഇവരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. ഇവർ ആർക്കാണ് ഈ ലഹരി വിൽപ്പന നടത്തിയത്? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അനഘ? ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ്, ലഹരി കേസിലാണ് ഇപ്പോൾ കൂരാച്ചുണ്ട് സ്വദേശിയായിട്ടുള്ള അധ്യാപികയായിട്ടുള്ള കാവ്യയെ ഇപ്പോൾ പോലീസ് ഡാൻസ് സംഘം പിടികൂടിയിരിക്കുന്നത്. ഈ പ്രധാനമായും ലഹരി കേസിൽ പെട്ട ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ സംഘം ഈ വടകര സ്വദേശിയായിട്ടുള്ള അധ്യാപികയിലേക്ക് എത്തുന്നത്. ഈ അധ്യാപികയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം ഈ ഡാൻസർ സംഘത്തിനും പോലീസിനും മനസ്സിലാക്കിയത്. അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. പോലീസ് പറയുന്നത്, പ്രാഥമികമായി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ അധ്യാപിക ഈ പണം വാങ്ങുന്ന പലരും ഈ അധ്യാപികയുടെ അക്കൗണ്ടിലേക്കായിരുന്നു ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പണം ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അധ്യാപികയെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് ഡാൻസർ സംഘം പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യാപികയ്ക്ക് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി ഇതിൽ ബന്ധമുണ്ട് എന്നുകൂടി ഈ ഡാൻസർ സംഘം പറയുന്നുണ്ട്. ഈ പ്രധാനമായും ഈ മയക്കുമരുന്ന്, MDMA പോലുള്ള ഈ വസ്തുക്കളാണ് ഈ ഇടനിലക്കാരിയായാണ് ഈ അധ്യാപക പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി ഈ ഡാൻസർ സംഘം പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയും വടകരയിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു അധ്യാപിക ഈ ലഹരി കേസിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ലഹരി കേസിൽ ഡാൻസർ സംഘത്തിന്റെ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിനോദ്, തീർച്ചയായും കോഴിക്കോട് വടകരയിലാണ് ഒരു അധ്യാപിക ലഹരിക്കടത്ത് കേസിലെ ഇടനിലക്കാരി എന്നുള്ള നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമുള്ളതായും കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.